ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് കഞ്ഞി കുടിക്കാൻ പോവാണ് ഗൈസ്. കഞ്ഞി എന്ന് പറഞ്ഞാൽ വെറും കഞ്ഞിയല്ല, നമ്മുടെ കുതിരച്ചോറിലെ കഞ്ഞിയാണ്. ഞങ്ങൾ മാവേലിക്കരക്കാരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് കുംഭഭരണി. അപ്പോൾ നമ്മൾ ശിവരാത്രി മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഞങ്ങളിവിടെ ഈരേഴ വടക്കിൻ്റെ കുതിരച്ചോട്ടിലാണ് എത്തിയിരിക്കുന്നത് ഗൈസ്. ഈരേഴ വടക്കെന്ന് പറഞ്ഞാൽ രണ്ടാം കരയാണ്. അപ്പോൾ ഞാനും മമ്മി അങ്ങോട്ട് നടക്കുകയാണ്, ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ വടക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ, ഒരു 6-7 ദിവസം കൊണ്ടാണ് അവർ ഫുള്ള് ആ വലിയ കുതിര മൊത്തം സെറ്റാക്കി എടുക്കുന്നത്. അപ്പം ഞങ്ങൾ വന്ന ടൈമിൽ ആൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഓല കൊണ്ടൊക്കെ മെടഞ്ഞ ഒരു പന്തലായിരുന്നു. ഇപ്പോൾ ഓലയൊന്നും കിട്ടാനില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മെടയാൻ ആളില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഭയങ്കര ചൂടാണ്. പക്ഷേ ഇവിടുത്തെ മുതിരയും കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ഈ ചൂടും കാര്യങ്ങളൊക്കെ അങ്ങ് മാറും. ഞാൻ വന്ന പാടെ ഇവിടെ ഇരുന്ന് ഗൈസ്, നമ്മൾ നിലത്തിരുന്നിട്ടാണ് കഴിക്കേണ്ടത്. അതുമല്ല ആളിങ്ങനെ കൂടിക്കൂടി വരികയാണ്. മമ്മിയാണെങ്കിൽ ക്യൂ നിൽക്കുകയാണ്, ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അതിന് പ്രത്യേക ക്യൂ ആണ്. അപ്പോൾ അവിടെ നിൽക്കുകയാണ്. ഏകദേശം ഇനി 1 മണിയൊക്കെ ആകുമ്പോഴേ തുടങ്ങത്തുള്ളൂ. അതിനു മുമ്പ് ഒരു വെടിക്കെട്ടുണ്ട്, അത് കഴിഞ്ഞൊരു എതിരേൽപ്പുണ്ട്. നമ്മൾ കുത്തിയോട്ട പാട്ടൊക്കെ പാടി. എതിരേൽപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഫുഡ് അടിക്കാൻ ടൈമായി. ഇനി വിളമ്പുന്നത് പ്രത്യേക രീതിയിലാണ് വിളമ്പുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ എല്ലാം ഞാൻ ഈ വ്ളോഗിൽ കാണിച്ചു തരാം. വലിയൊരു പന്തൽ മൊത്തം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ഫുഡ് വാങ്ങാൻ വന്നവരാണ്. ബാക്കി ഞങ്ങളെല്ലാവരും ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡ് വാങ്ങാൻ വരുന്നവർ എല്ലാവരും സെപ്പറേറ്റ് പാത്രമൊക്കെ ആയിട്ടാണ് വരുന്നത്. അവരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ വിളമ്പുകാരനെ കണ്ടോ? ഇവൻ വിളമ്പുന്നത് പ്ലാവിലെയാണ് ഗൈസ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കഞ്ഞി കോരി കുടിക്കുന്നത്. അങ്ങനെ വളരെ ട്രഡീഷണലാണ് നമ്മളെ കുതിരമൂട്ടിലെ കഞ്ഞി. പിന്നീട് വന്നത് ഓലത്തടയും വാഴയിലയുമാണ്. അപ്പോൾ ഈ ഓലത്തടയുടെ മേളിലാണ് വാഴയില വെച്ച് അതിലേക്കാണ് നമ്മൾ ചൂടുകഞ്ഞി ഒഴിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു പാത്രം പോലെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കും. അതിനകത്താണ് നമ്മൾ കഞ്ഞി കോരി കുടിക്കുന്നത്. ഇവിടെ കഞ്ഞിയുടെ കൂടെ കഞ്ഞി മാത്രമല്ല, പഴം, അവൽ, ഉണ്ണിയപ്പം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ആദ്യം എനിക്ക് നമ്മുടെ ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനതൊരു ഇലയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ഇലയാണ് തരുന്നത്. ആ ഇലയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നത് പഴമാണ്, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ പപ്പടം വരുന്നുണ്ട് ഗൈസ്. എനിക്ക് പപ്പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ അവലും മുതിരയും കടുമാങ്ങയൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇരുന്നപ്പോൾ മമ്മി ദേ അവിടെ ഫുഡൊക്കെ വാങ്ങിച്ച് വന്ന് നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം വിളമ്പിയിട്ടുണ്ട്. പക്ഷേ കടുമാങ്ങ വിളമ്പിയത് കഞ്ഞി കുടിക്കുന്ന ഇലയിലാണ്. പക്ഷേ അതൊന്നും വലിയ വിഷയമല്ല. ഇനിയിപ്പോൾ നമ്മൾ കഞ്ഞി കുടിച്ചാൽ മതിയല്ലോ. ലാസ്റ്റ് ഈ കഞ്ഞിയും വിളമ്പിയിട്ടുണ്ട്. ഈ കഞ്ഞി വിളമ്പുമ്പം ഇല ഇങ്ങനെ കുമ്പിള് പോലെ ഇരിക്കും. ഇനിയിപ്പോൾ വിളമ്പേണ്ടത് അസ്ത്രം എന്ന് പറഞ്ഞ കറി മാത്രമാണ്. അപ്പോൾ ഞാൻ ആ കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ
അങ്ങനെ അസ്ത്രവും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കട്ടെ. നമ്മുടെ കഞ്ഞിയും മുതിരയും അസ്ത്രവും പിന്നെ കുറച്ച് പപ്പടവും നമ്മുടെ അച്ചാറും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പം വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിക്കണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഇവിടെ തന്നെ വരണം. അത് പോരാഞ്ഞിട്ട് നമ്മുടെ ചുറ്റുളങ്ങര അമ്പലത്തിൽ എല്ലാ ദിവസവും അന്നദാന വഴിപാടെന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. പക്ഷേ ഈ ഇലയിലൊന്നും അല്ല, അല്ലാതെ പ്ലേറ്റിലാണ് അവിടെ കിട്ടുന്നത്. അത്ര ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഞ്ഞി കുടിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. എൻ്റെ നേരെ പുറകിലുള്ളത് ഈരേഴ വടക്കിൻ്റെ കെട്ടുകാഴ്ചയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.